അപ്പോൾ നമ്മൾക്കൊരു വടുകപ്പുളി അച്ചാറിടണ്ടേ? വളരെ ടേസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഓടി വന്നോളൂ, നമ്മൾ ഇടാൻ തുടങ്ങുകയാണ്. ഹൈ ഡിയേഴ്സ്, അപ്പം നമുക്കിന്നൊരു വടുകപ്പുളി നാരങ്ങ അച്ചാറിട്ടാലോ? എല്ലാവരും ഒക്കെ ഓണത്തിനിട്ട് കാണും. അപ്പം ഞങ്ങളും അതുപോലെ ഇട്ടായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെയൊക്കെ തീർന്നു. അപ്പോൾ വടുകപ്പുളി നാരങ്ങ അച്ചാർ എല്ലാവർക്കും സുപരിചിതമാണ്. ഇന്ന് വെളുത്തിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് നമ്മുടെ അടുത്ത കാന്താരി എടുത്ത് വെച്ചു, പിന്നെ വെളുത്തുള്ളി എടുത്തു, പിന്നെ ഇഞ്ചി, കറിവേപ്പില. അപ്പം ഈ വടുകപ്പുളി ഞാൻ കരിന്തൊലി ചെറുതായിട്ട് അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് പീസാക്കി നമുക്ക് ഉപ്പിൽ ഇട്ട് വെക്കാം. ഓക്കെ ഡിയേഴ്സ്, അപ്പം നമ്മുടെ വടുകപ്പുളി അച്ചാറിടാൻ നമ്മളെല്ലാ ഒരുക്കങ്ങളും നടത്തി. ഞാൻ ഒരു വടുകപ്പുളി തന്നെ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഉപ്പൊക്കെ നല്ല കല്ലുപ്പിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ ആ ഉപ്പൊന്ന് പിടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ നല്ല കാന്താരി മുളകും അത് ഞാൻ നെടുകെ കീറിയിട്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ ജസ്റ്റ് ചെറുത് പിളന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അളവുകൾ, ഇതിനൊന്നും വലിയ അളവൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവ് കൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാന്താരി മുളക് ചേർക്കാം. ഞാൻ ചുമന്ന രീതിയിലല്ല ഇടുന്നത്, എനിക്ക് മുളക് കൂടി ഇടുന്നതല്ല. അപ്പോൾ ഈ വെളുത്ത രീതിയിൽ ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാന്താരി എടുത്തത്. അപ്പോൾ മുളക് പൊടി നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അതിൻ്റെ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കായ വെച്ച് കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ കായ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് കളർ മാറുന്നല്ലോ. പിന്നെ കടുക് പൊട്ടിക്കാൻ ഞാൻ പിന്നെ നമ്മുടെ കടുക്, ഉലുവ പൊടി വേണമെങ്കിൽ ചേർക്കാം, ഉലുവയായിട്ട് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ? നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കിടക്കുന്നു. നമ്മുടെ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, നല്ലെണ്ണയിലിടുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നല്ലെണ്ണ അങ്ങോട്ട് കിടക്കട്ടെ, അതങ്ങോട്ട് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കാം. നമ്മുടെ ചട്ടിയിലിടുന്നതാണ് എൻ്റെ ഭംഗി. അപ്പോൾ നമ്മുടെ നല്ലെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കടുകും ഉലുവയും കൂടി ഇടാം. നിങ്ങൾക്ക് ഉലുവാപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പിന്നെ അത്രയും കളർ മാറുമെന്ന് വിചാരിച്ചാണ് ഉലുവ ഇടുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് നമ്മൾ. ഓക്കെ, ഇത് പൊട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി കറിവേപ്പില ഇടുന്നു. പിന്നെ നമുക്കിതെല്ലാം ഇതൊന്നും വഴറ്റിയെടുക്കാം. ഓക്കെ, ഓരോന്നോരോന്നൊക്കെ ഇട്ട് വഴറ്റാം നമ്മൾ പെട്ടെന്ന് തട്ടി. സമയം എല്ലാവർക്കും ധൃതിയല്ലേ, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയോ. അപ്പോൾ ഇതൊന്ന് വാഴട്ടെ. നമ്മുടെ കാന്താരി, നമ്മുടെ നല്ല ടേസ്റ്റാട്ടോ കാന്താരി ഈ അച്ചാറിടുന്നത്. അപ്പം നമ്മുടെ കിടക്കൊന്ന് കാന്താരി, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഒന്ന് വാഴട്ടെ. ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മുടെ വിനാഗിരി ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് മറന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. നമ്മുടെ ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മുടെ കായവും നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ ഒന്ന് കുറച്ചേക്കാമേ, ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂക്കട്ടെ. കായം നല്ലൊരു മണമാണ്. ഇപ്പം നമ്മൾ നാരങ്ങയ്ക്കകത്ത് ആവശ്യമുള്ള വെള്ളം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് ആവശ്യം വേണമെങ്കിൽ. ഓക്കെ, നമുക്ക് ഈ വിനാഗിരിയോട് ഒഴിക്കാം. അതുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആച്ചാനായ നമ്മുടെ നാരങ്ങ ഇടുക. ഇതിനകത്ത് നല്ല ഉപ്പ് ഞാൻ ചേർത്ത് നല്ല പിടിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യുകയോ കുറച്ചിടൊക്കെ ചെയ്യാം. കുറച്ചിട്ടേക്ക് വേണേ. ഇതൊന്ന് നമുക്ക് ഇനി വെള്ളം ചേർക്കണമെങ്കിൽ ഇനി വെള്ളം ചേർക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഞാൻ തീ ഓഫ് ചെയ്തു. ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, എന്ന് വെച്ചാൽ ഓപ്ഷനിലാണ്. ഇതിൻ്റെ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ ചേർത്താണ് കേട്ടോ.
ഇത് നമ്മുടെ പഴുത്ത കാന്താരിയാണ് ഇത് കിടക്കുന്നത്. ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മൾ ആ ചട്ടിക്കകത്ത ചൂടാണ് അതിങ്ങനെ ആവുന്നത്. അപ്പോൾ വെള്ളം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് ഇത് മതി. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ വടുകപ്പുളി നാരങ്ങ അച്ചാർ വെളുത്ത് ഇടുന്നത്. മറ്റേ ചുമന്ന രീതിയിൽ വേറെ മുളക് പൊടിയൊക്കെ ചേർത്താം. അപ്പോൾ ഇവിടെ ഇതാണ് കൂടുതൽ ഇഷ്ടം. കഞ്ഞിയൊക്കെ കുടിക്കാനും നല്ല സലാഡ് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാനും ഉപ്പ് കുറച്ചൊക്കെ കഴിച്ചാൽ മതി. സലാഡിനകത്ത് ഉപ്പിടരുത്, എന്നിട്ട് ഇത് ചേർത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.